എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. എന്താണെന്നല്ലേ വഴിയെ പറയാം. ഞാൻ ജനിച്ചത് ഒരു ജോയിന്റ് ഫാമിലിയിലാണ്. ഒരു 22 വർഷത്തോളം ഞാൻ വളർന്നതും അവിടെ തന്നെയാണ്. എനിക്കൊക്കെ ചുറ്റും എപ്പോഴും ഒരുപാട് പേരുണ്ടായിരുന്നേ. എല്ലാരോടും നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോവാനോ ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചെറുപ്പം മുതലേ കേട്ട് വളർന്ന കണ്ടു വളർന്ന എന്തൊക്കെ കാര്യങ്ങളും ഉണ്ട്. ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. എന്നാൽ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. എല്ലാ ടൈമിലും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവില്ല. നമ്മുടെ ചുറ്റുള്ള സിറ്റുവേഷൻസ് മാറും. ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടുന്നൊക്കെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പഠിച്ച് സെൽഫ് ലവ്. വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു പോയി തോന്നുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്, ഗുരുവായൂർ. വേറെ എവിടെ പോയാലും കിട്ടാത്തൊരു പോസിറ്റീവ് എനിക്കത് ഇവിടെ ചെന്നാൽ കിട്ടാറുണ്ട്. പക്ഷെ ഗുരുവായൂർക്ക് ഒറ്റയ്ക്കൊരു യാത്ര അത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഗുരുവായൂർക്കാണ് പോകുന്നത്. എപ്പോഴും ഒരുപാട് പേരുള്ള സ്ഥലമാണെന്ന് അറിയെങ്കിലും അവിടെ എത്തി അത്രയും പേരൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് ഞാൻ അറിയാതെ തന്നെ പുറത്തു വന്നു കേട്ടോ. തിരിച്ചു പോയാലോ എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചെങ്കിലും അതിനെല്ലാം മറികടന്നു ഒരുപാട് നേരം അവിടെയൊക്കെ ചുറ്റി കാണാനും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കണ്ണൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാനും ഒറ്റയ്ക്കൊരു കടയിൽ കയറി ഫുഡ് കഴിക്കാനൊക്കെ അന്ന് എന്നെ കൊണ്ട് സാധിച്ചു കേട്ടോ. ഇത്രയും പേടിയുള്ള ആൾ എന്തിനാണ് ഒറ്റയ്ക്ക് ഇത്രയും തിരക്കുള്ള സ്ഥലത്തേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. പക്ഷെ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഭക്തിയേക്കാൾ ഉപരി എനിക്കൊരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആരൊക്കെ എത്രയൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ജീവിതത്തിന്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളൊക്കെ ഒറ്റപ്പെട്ടൊരു ഫീല് തോന്നി. അതിനെങ്ങനെ മറികടക്കാന്ന് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ടാണ്. ഓക്കെ, ബൈ.